ഒരു ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ സമൂഹം പറയുന്ന ഒരു വാചകമുണ്ട്. അവൻ ആൺകുട്ടി തന്നെയാണല്ലോ, അവൻ എങ്ങനെയും ജീവിച്ചോളും. അതേസമയം ഒരു പെൺകുഞ്ഞ് ജനിച്ചാലോ, ഒരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത്, അവളുടെ ഭാവിക്ക് വേണ്ടി ഇപ്പോഴേ തന്നെ എന്തെങ്കിലും കരുതി തുടങ്ങണം. ഇവിടെ തുടങ്ങുകയായി സമത്വമില്ലാത്ത ജെൻഡർ ഈക്വാലിറ്റി. മനുഷ്യയുഗത്തിൻ്റെ കാലങ്ങൾ മുതൽക്കുള്ള ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷൻ്റെ ബുദ്ധിയുടെയും അധ്വാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും കണ്ടെത്തലുകളുടെയും ഫലമാണ് ഭൂമിയിലെ ഈ മനുഷ്യ സാമ്രാജ്യം. മരണത്തെ ഭയമില്ലാത്ത പരിവേഷകരാണ് ദിക്കേത് കരയേത് എന്നറിയാത്ത കടലിലൂടെ അതിസാഹസികമായി സഞ്ചരിച്ച് ഈ ഭൂമിയിൽ പല ഭൂഖണ്ഡങ്ങളുണ്ടെന്നും അവിടെയെല്ലാം തങ്ങളെപ്പോലുള്ള മനുഷ്യരുണ്ടെന്നും കണ്ടെത്തി അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഈ ലോകം വിശാലമാക്കിയത്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിനു ചുറ്റും വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ പോലും പുരുഷൻ്റെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ കഴിയില്ല. പുരുഷൻ്റെ അധ്വാനത്തിനും കണ്ടെത്തലുകൾക്കും താങ്ങും തുണയുമായി നിന്ന സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും പുരുഷന്മാരാണ്. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. സ്ത്രീകൾക്ക് യഥേഷ്ടം പഠിക്കുവാനുള്ള സൗകര്യങ്ങളും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഒട്ടനവധി സ്ത്രീ സുരക്ഷാ നിയമങ്ങളും ലോകരാജ്യങ്ങളിൽ നിലവിൽ വന്നു. ഇപ്പോഴും സ്ത്രീകൾക്കായി പല സൗജന്യങ്ങളും റിസർവേഷനുകളും നൽകുന്നുമുണ്ട്. പക്ഷേ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ആരും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു വിഭാഗമുണ്ട്. അത് ആൺകുട്ടികളുടെ ജീവിതമാണ്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ. മാറുന്ന സാമൂഹിക ചുറ്റുപാടുകളിൽ പിടിച്ചു നിൽക്കാനാകാതെ പുരുഷന്മാർ അവരുടെ ജീവിതം സ്വയം അവസാനിച്ചു പോവുകയാണിപ്പോൾ. ഈ വീഡിയോയിലൂടെ പുരുഷന്മാരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഒരിക്കലും സ്ത്രീ വിരുദ്ധതയല്ല. നമ്മുടെ സമൂഹത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ചില നിർണായക മേഖലകളിൽ നിന്ന് പുരുഷന്മാരെ കാണാതായാൽ ആ മേഖലകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഇപ്പോൾ അധ്യാപകരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് അധ്യാപകരുടെയും അധ്യാപികമാരുടെയും സ്വാധീനം വളരെ വലുതാണ്. ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ്റെ പ്രസൻറ്റ് അല്ലെങ്കിൽ സ്വാധീനം കുറയുമ്പോൾ ആ ക്ലാസ്സിലെ ആൺകുട്ടികളിൽ ഭൂരിഭാഗവും ഇൻട്രോവെർട്ടുകളായി അല്ലെങ്കിൽ അന്തർമുഖരായി അല്ലെങ്കിൽ ഗ്ലൂമിയായി പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സ്കൂൾ തലങ്ങൾ മുതൽക്കേ ആൺകുട്ടികൾക്ക് അവഗണനകൾ നേരിടുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്കൂളിൽ ആനുവൽ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ പോലും ആ സ്കൂളിലെ സ്മാർട്ടായ 2 പെൺകുട്ടികളെ ആയിരിക്കും സ്റ്റേജിലെ ആങ്കറായിട്ട് നിർത്തുക. അതുപോലെ തന്നെ ആൺകുട്ടികൾ വളർന്നു വരുന്ന പല സാഹചര്യങ്ങളിലും ആൺകുട്ടികളെ മാറ്റി നിർത്തപ്പെടുകയും പെൺകുട്ടികൾക്ക് കൂടുതൽ സപ്പോർട്ടും പ്രോത്സാഹനവും നൽകുന്നതും കാണാം. വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് മാറി തൊഴിലിടങ്ങളിലേക്ക് പോയാലും പുരുഷന്മാരുടെ അഭാവം നമുക്ക് കാണാൻ കഴിയും. പുരുഷ നേഴ്സുമാർ, പുരുഷ സൈക്കാട്രിസ്റ്റുകൾ, അങ്ങനെ ഒട്ടുമിക്ക മേഖലകളിലും പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഇപ്പോൾ കൂടുതലും ജോലികൾ നൽകപ്പെടുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത്. ആയതിനാൽ ഇപ്പോൾ അഭ്യസ്തരായ പുരുഷന്മാർ കൂടുതലും ഡെലിവറി ബോയിയായും റെസ്റ്റോറൻറ്റുകളിലെ ജീവനക്കാരുമായി ഒതുങ്ങുന്ന കാഴ്ചയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന മറ്റൊരു കാഴ്ച അവിവാഹിതരായ പുരുഷന്മാരുടെ എണ്ണം പെരുകുന്നതാണ്. ജോലിയില്ലാത്ത പുരുഷന്മാരെ നമ്മുടെ സമൂഹം മഹാ അപരാധമായും അവഗണനയോടുമാണ് നോക്കിക്കാണുന്നത്. ഒരു പെൺകുട്ടി പോലും ജോലിയില്ലാത്തവനോട് ചങ്ങാത്തം കൂടുവാനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാനോ ശ്രമിക്കില്ല. ജോലിയില്ലാത്തവനെ ഒരു പെൺകുട്ടികളും വിവാഹം കഴിക്കില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ ഒരു പുരുഷൻ ജോബ് ഇൻ്റർവ്യൂവിന് പോയാൽ പോലും വളരെ ടാലൻ്റുള്ള വളരെ ചുരുങ്ങിയ ശതമാനത്തിൽ മാത്രമേ പുരുഷന്മാർക്ക് ജോലി ലഭിക്കുന്നുള്ളൂ. ഒട്ടുമിക്ക തൊഴിലിടങ്ങളിലും ഇപ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ജോലി ലഭിക്കുന്നത് എന്നതാണ് സത്യം. ഒരു ജോലി കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന ഈ കാലത്ത് പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ആരും കാണാൻ ശ്രമിക്കുന്നില്ല. പുരുഷന് ഒരു വിവാഹം കഴിക്കാൻ ഒരു ജോലി മാത്രം പോരാ, അവൻ കൂടുതൽ സമ്പാദിക്കേണ്ടതുണ്ട്. അവൻ്റെ സമ്പാദ്യത്തിൻ്റെയും ആസ്തിയുടെയും അളവ് നോക്കിയിട്ടായിരിക്കും അവൻ്റെ യോഗ്യത വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ പുരുഷൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന എടുത്തു പറയേണ്ട ഒന്നാണ് സ്ത്രീകളുടെ സംരക്ഷണത്തിനായി കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ ദുരുപയോഗങ്ങൾ. ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരു കുടുംബജീവിതത്തിനുള്ളിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ കഴിയാതെ സങ്കീർണമായാൽ പൊതുസമൂഹങ്ങളിൽ ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവൻ അല്ലെങ്കിൽ ഭാര്യയെ പേടിച്ച് നടക്കുന്നവൻ എന്നുള്ള പരിഹാസങ്ങൾ പുരുഷൻ നേരിടേണ്ടി വരുന്നു. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങൾ പുരുഷനെ അനുകൂലിക്കുന്നതുമല്ല. ദമ്പതികൾ വിവാഹമോചനം നേടിയാൽ ആർക്കാണ് കുട്ടികളുടെ സംരക്ഷണാവകാശം ലഭിക്കുക? ഒരു പിതാവ് താനെ കുടുംബ കോടതിയിൽ നിന്നും എടുത്ത വിവരാവകാശ രേഖ പ്രകാരം
കുട്ടികളുടെ സംരക്ഷണാവകാശവുമായി ബന്ധപ്പെട്ട 83 കേസുകളിൽ വെറും 2 കേസുകൾ മാത്രമാണ് പിതാവിന് സംരക്ഷണാവകാശം നൽകിക്കൊണ്ട് ഉത്തരവായിട്ടുള്ളത്. ബാക്കി 98% കേസുകളും കുട്ടിയെ അമ്മയുടെ സംരക്ഷണത്തിലേക്ക് വിട്ടുകൊണ്ടുള്ളതായിരുന്നു. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ സ്ത്രീകൾ എങ്ങനെ പുരുഷനെതിരെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിനൊരു തെളിവാണ് ഈ കഴിഞ്ഞ 2024 ഡിസംബർ 9 ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അതുൽ സുഭാഷ് എന്ന് പറയുന്ന 34-കാരനായ ചെറുപ്പക്കാരൻ്റേത്. അതുൽ സുഭാഷിൻ്റെ ആ കേസ് എന്തായിരുന്നു എന്നും നമുക്കൊന്ന് നോക്കാം. അതുൽ സുഭാഷ് ബാംഗ്ലൂരിലെ ഒരു പ്രമുഖമായ ഒരു IT കമ്പനിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്ന ഹൈ പ്രൊഫൈൽ സാലറി വാങ്ങുന്ന ഒരു യുവാവായിരുന്നു. 2019 അദ്ദേഹം ഉത്തർപ്രദേശിലെ നിഖിത എന്നൊരു പെൺകുട്ടിയുമായി വിവാഹം കഴിക്കുന്നു. അങ്ങനെ അവർക്കൊരു ആൺകുഞ്ഞുണ്ടായി. അതിനുശേഷം അവരുടെ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ടായി. 2022 നിഖിത ഉത്തർപ്രദേശിലെ കുടുംബ കോടതിയിൽ നിന്നും ഡിവോഴ്സ് വാങ്ങി. അതിനുശേഷം ഓരോ മാസവും അതുൽ സുഭാഷ് 40,000 രൂപ വീതം ജീവനാംശം അവൾക്കും കൊച്ചിനുമായി നൽകിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവളുടെ ലക്ഷ്യം വെറും ഡിവോഴ്സ് മാത്രമായിരുന്നില്ല. സ്ത്രീ സുരക്ഷയ്ക്കായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്ത്രീ സംരക്ഷണ നിയമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതുൽ സുഭാഷിൻ്റെ സ്വത്തും സമ്പത്തും സ്വന്തമാക്കുക എന്നതായിരുന്നു. ഈ അവസാന 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 120ഓളം തവണ അതുൽ സുഭാഷ് ബാംഗ്ലൂരിൽ നിന്നും ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോർട്ടിലേക്ക് കോർട്ട് ഹിയറിങ്ങിനായി യാത്ര ചെയ്യേണ്ടതായി വന്നു. കാരണം അവൾ അതുൽ സുഭാഷിനെതിരെ സ്ത്രീധന പീഡനം, സമ്മതമില്ലാത്ത ബലാത്കാരം, വധശ്രമം എന്നിങ്ങനെയുള്ള മാരകമായ 8ഓളം വകുപ്പുകൾ ഉൾപ്പെടുത്തി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, കുഞ്ഞിനെ കാണാൻ അതുൽ സുഭാഷിനെ അനുവദിച്ചിരുന്നില്ല. കുഞ്ഞിനെ ഒരു തവണ കാണണമെങ്കിൽ 10 ലക്ഷം രൂപയാണ് അവൾ ആവശ്യപ്പെട്ടിരുന്നത്. പിന്നെ കേസുകൾ പിൻവലിക്കുവാൻ 3 കോടിയോളം രൂപ അവൾ ആവശ്യപ്പെട്ടിരുന്നു. റീസെൻ്റായി ഉത്തർപ്രദേശ് ഹൈക്കോർട്ടിൽ ഹിയറിങ്ങിനായി അതുൽ സുഭാഷ് പോയപ്പോൾ അദ്ദേഹം കോർട്ടിൽ ആ ജഡ്ജിയോട് പറഞ്ഞു, ഇതുപോലെ തെറ്റായ വ്യാജ ചാർജ് ഷീറ്റുകൾ ഇന്ത്യയിലാകമാനം നിരവധി പുരുഷന്മാരെ ബാധിക്കുകയും പല പുരുഷന്മാരും നിയമക്കുരുക്കിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആയതിനാൽ ഈ വ്യാജ കേസുകളെ കോടതി ഗൗരവമായി കണ്ട് കൈകാര്യം ചെയ്യണമെന്ന് പറയുകയുമുണ്ടായി. എന്നാൽ ആ ജഡ്ജിയുടെ മുന്നിൽ വച്ച് തന്നെ, എന്നാൽ നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജീവനോടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ആ സ്ത്രീ ചോദിച്ചപ്പോൾ ജഡ്ജിയും ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കുകയുണ്ടായിരുന്നു. ഭാര്യയായിരുന്ന ആ സ്ത്രീയുടെ പരിഹാസത്തിൽ ജഡ്ജി വരെ എന്നെ നോക്കി ചിരിക്കുന്നു എന്നത് ഫീലായ അതുൽ സുഭാഷ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രയാസങ്ങളെല്ലാം 24 പേപ്പറുകളിൽ എഴുതി വച്ചു. അതിൽ ഒരു പേപ്പർ തൻ്റെ മകന് വേണ്ടിയുള്ള അഡ്വൈസായിരുന്നു. അവൻ വളരുമ്പോൾ അതവനെ ഏൽപ്പിക്കണം എന്ന് എഴുതി വച്ച് 1.5 മണിക്കൂർ വരുന്ന വീഡിയോയിൽ താൻ എന്തിനാണ് ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് റെക്കോർഡ് ചെയ്തു വച്ച ശേഷം അതുൽ സുഭാഷ് എന്ന ആ 34-കാരനായ ചെറുപ്പക്കാരൻ 2024 ഡിസംബർ 9 തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ ദുരുപയോഗം കാരണം അതുൽ സുഭാഷിനെ പോലെ നിരവധി പുരുഷന്മാർ നിയമക്കുരുക്കിൽപ്പെട്ടു പോകുന്നുണ്ട്. ഒരു തെളിവോ രേഖകളോ ഇല്ലാണ്ട് തന്നെ ഒരു സ്ത്രീക്ക് പുരുഷനെതിരെ പരാതിപ്പെടാം എന്നതാണ് ഈ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ. പണ്ടൊക്കെ കുടുംബജീവിതത്തിനുള്ളിൽ ഒരു പ്രശ്നമുണ്ടായാൽ 1-2 മണിക്കൂർ, കൂടിപ്പോയാൽ ഒരു ദിവസം റൂമിനുള്ളിൽ കഥകടച്ചിരുന്ന് കരയും. പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ ദൈനംദിന ജീവിതങ്ങളിലേക്ക് മടങ്ങിപ്പോകും. വീണ്ടും കളിചിരിയായി. അന്നൊന്നും ഡിവോഴ്സുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറി, കഥ മാറി. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണത്തെക്കുറിച്ചും ആഫ്റ്റർ മാരേജ് ലൈഫിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുള്ളവരാണ്. കല്യാണത്തിന് ശേഷമാകും ആ പെൺകുട്ടികൾ തിരിച്ചറിയുന്നത് സിനിമകളിൽ കാണുന്നത് പോലെ അടിപൊളി ലൈഫല്ലല്ലോ ഈ കുടുംബജീവിതം എന്നത്. പിന്നെ ഹസ്ബൻഡിനെ കാണുന്നതേ ഇഷ്ടമല്ലാണ്ടാകും, ഈഗോ, പിന്നെ അത് ഡിവോഴ്സ്. പിന്നെ സ്വപ്നം കണ്ടിരുന്നത് പോലുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഹസ്ബൻഡായിരുന്ന ആ വ്യക്തിയുടെ സ്വത്തുക്കൾ കേസ് പറഞ്ഞ് സ്വന്തമാക്കൽ. ഞാൻ ഈ പറഞ്ഞതൊന്നും എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല. വളരെ ചെറിയൊരു ശതമാനം സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. പിന്നെ പുരുഷന്മാർ അനുഭവിക്കുന്ന മറ്റൊരു വിഷയമാണ് മെയിൽ ഡിപ്രഷൻ. ഒരു ആൺകുട്ടി വളർന്നു വരുന്ന അവരുടെ കുട്ടിക്കാലത്ത് തന്നെ അവരിൽ നിന്നും എടുത്തു കളയുന്ന മറ്റൊരു ഇമോഷണൽ മൃദുലതയാണ് കരച്ചിൽ. അവൻ്റെ വിഷമങ്ങൾ ഒന്ന് കരഞ്ഞു തീർന്നാൽ തീരുന്നതായിരിക്കും. പക്ഷേ അവൻ കരഞ്ഞാൽ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യേ ആൺകുട്ടികൾ കരയുമോ? ആൺകുട്ടികൾ കരയാൻ പാടില്ല. ആൺകുട്ടികൾ കരഞ്ഞാൽ അത് നാണക്കേടാണ്.
ആൺകുട്ടികൾ എല്ലാം ധീരതയോടെ നേരിടേണ്ടവനാണ്. അതിനാൽ ആൺകുട്ടികൾ കരയാൻ പാടില്ല. അങ്ങനെ അവൻ്റെ കുട്ടിക്കാലം മുതൽക്കേ അവനിൽ നിന്നും എടുത്തു കളയുന്ന ഒരു ഇമോഷണലാണ് കരച്ചിൽ. അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും വിഷമങ്ങൾ വന്നാലും അതെല്ലാം ആരും അറിയാതിരിക്കുവാൻ പ്രത്യേകം അവൻ ശ്രദ്ധിക്കും. അവൻ്റെ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും ചിന്തകളുടെയും ലോകത്ത് അവൻ ഒറ്റപ്പെട്ടു നിൽക്കും. മൃദുത്വത്തിൻ്റെ അടയാളമായ കരച്ചിൽ അവൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഉപേക്ഷിക്കപ്പെട്ടതാണ്. സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായി പുരുഷന്മാർക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഗാഢമായ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പങ്കിടാറില്ല. കൂട്ടുകാരോട് തൻ്റെ വൈകാരിക വിഷമങ്ങൾ പങ്കിട്ടാൽ താൻ ഇത്രയേ ഉള്ളൂ, താൻ ഇത്ര സില്ലിയാണോ എന്നുള്ള സഹതാപങ്ങൾ അവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ് കാരണം. തൻ്റേതായ പ്രശ്നങ്ങളുടെ ലോകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പുരുഷന്മാർ ക്രമേണ വിഷാദരോഗിയാവുകയും അവസാനം സ്വന്തം ജീവൻ സ്വയം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള കണക്കുകളനുസരിച്ച് സ്ത്രീകളെക്കാൾ ഏറ്റവും കൂടുതൽ സ്വയം ജീവിതം അവസാനിപ്പിച്ചു പോകുന്നത് പുരുഷന്മാരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള ഡിപ്രഷൻ ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ വിഷാദരോഗ നിർണയ നിരക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ്. WHO കണക്കുകൾ പ്രകാരം വിഷാദരോഗം സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ 50% കൂടുതലാണ്. പക്ഷേ അവർ പുരുഷന്മാരെക്കാൾ വ്യത്യസ്തമായി അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ തയ്യാറാണ്. ആയതിനാൽ തന്നെ സ്വയം ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന പ്രവണത പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കുറവാണ്. വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമാണ്. സ്ത്രീകൾ പലപ്പോഴും സങ്കടപ്പെടുകയും കൂടുതൽ കരയുകയും ചെയ്യുന്നു. എന്നാൽ പുരുഷന്മാർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സങ്കടപ്പെടാൻ കഴിയുകയില്ല. അവർക്ക് കരയാൻ അറിയുകയില്ല. അതുകൊണ്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ പുരുഷന്മാരിൽ ദേഷ്യവും ആക്രമണ സ്വഭാവവും കാണുന്നത്. പറയുവാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. എന്നിരുന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.